ഹലോ! ഡിസ ബ്യൂട്ടി സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ക്രിസ്മസൊക്കെ അടിച്ചു പൊളിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ക്രിസ്മസ് നല്ല രീതിയിൽ ആഘോഷിച്ചു. അപ്പം നമ്മളിതാ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വീണ്ടും വന്നിരിക്കുകയാണ്. ഇതാ അടിപൊളി ഒരു ഹെയർ ബാൻഡ് ടിയാരയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബ്രൈഡൽ ടിയാരയാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു മെറ്റൽ ബോയ് എടുത്തിട്ടുണ്ട്. സിൽവർ കളർ 4 ഇഞ്ചിൻ്റെ മെറ്റൽ ബോയ് ആണ്. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് ക്രിസ്റ്റൽ ബീഡ്സും വൈറ്റ് ബീഡ്സും എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലത്തെ സിൽവർ കളറിലുള്ള ഒരു കോപ്പർ വയർ ഉണ്ട് 0.4 mmൻ്റെ. ഇനി നമുക്ക് ബ്രാഞ്ചസ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് കമ്പി മുറിച്ചെടുക്കാം. നമ്മൾ മുമ്പൊക്കെ കാണിച്ചിട്ടുണ്ട്, നമ്മൾ ടിയാരയുടെ ബ്രാഞ്ചുകൾ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ടിയാര നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പം കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാനിതൊന്നും കൂടി കാണിക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കോപ്പർ വയർ എടുത്തിട്ട് അതിലേക്ക് വൈറ്റ് ബീഡ്സ് ഇതുപോലെ 3 വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ഇനി രണ്ടറ്റവും ഒരുപോലെ സെയിം ആക്കി പിടിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കൂട്ടി പിടിച്ചിട്ട് പിരിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു പൂമൊട്ട് പോലെ അറ്റത്ത് വരും കേട്ടോ. 3 ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റാക്കി പിരിച്ചു കൊടുക്കുക. കുറച്ച് നീളത്തിൽ പിരിച്ചെടുത്തതിന് ശേഷം അടുത്ത അടുത്ത ശാഖ ഉണ്ടാക്കാനായിട്ട് അതുപോലെ തന്നെ ആദ്യത്തെ ചെയ്ത അതേ മെത്തേഡിൽ 3 വൈറ്റ് ബീഡ്സ് ഇട്ടു. അതിനെ മറ്റേ ആദ്യം ഉണ്ടാക്കിയ ആ ബ്രാഞ്ചിൻ്റെ തൊട്ടടുത്തേക്ക് കൊണ്ടുവന്നിട്ട് അതിൻ്റെ തൊട്ട് താഴത്ത് നിൽക്കുന്ന രീതിയിൽ ഒന്ന് കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് പിടിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് പിരിച്ചു കൊടുക്കുക കേട്ടോ. മറ്റേതിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി പോകും. അപ്പോൾ തൊട്ട് താഴത്ത് നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ നന്നായിട്ട് പിരിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതുപോലെ തന്നെ ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അതിന് സേഫായിട്ട് നിൽക്കത്തുള്ളൂ, ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി അപ്പുറത്തെ വശത്ത് കമ്പിയുടെ നീളം കൂടുതലുള്ള ഭാഗം ആ സൈഡിലേക്ക് വലിച്ചെടുത്തിട്ട് ആദ്യം ചെയ്ത അതേ മെത്തേഡിൽ നമ്മൾ വീണ്ടും 3 ബീഡ്സ് ഇട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ പിരിച്ചു കൊടുക്കുകയാണ്. അളവ് നോക്കിയിട്ട് മുകളിലോട്ട് കയറി പോകാതെ തൊട്ട് താഴത്ത് നിൽക്കുന്ന പോലെ വീണ്ടും നമ്മൾ പിരിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ അങ്ങനെ നമ്മൾ തൊട്ട് താഴത്തായിട്ട് ബ്രാഞ്ചസ് ഉണ്ടാക്കി കൊടുക്കുക. ഇതുണ്ടാക്കിയതിന് ശേഷം താഴെ നിൽക്കുന്ന 2 കമ്പികളും കൂടെ കൂട്ടി പിരിക്കുക കേട്ടോ കുറച്ച്. അതിന് ശേഷം അടുത്ത ശിഖരം വീണ്ടും ഉണ്ടാക്കുകയാണ്. ഇതുപോലെ 3 ബീഡ്സ് ഇട്ടു, എന്നിട്ട് പിരിച്ചെടുക്കുകയാണ് കേട്ടോ. ആദ്യത്തെ അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് അളവൊക്കെ നോക്കി നന്നായിട്ട് പിരിച്ച് ടൈറ്റാക്കി എടുക്കുക. അതുപോലെ കുറേ ബ്രാഞ്ചസ് ഉണ്ടാക്കുക കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഒരു 4-5 ബ്രാഞ്ചസ് ഉണ്ട് ഒന്നിൽ. അതുപോലത്തെ കുറേ എണ്ണം വൈറ്റ് ബീഡ്സിൻ്റെ, അതുപോലെ തന്നെ ക്രിസ്റ്റൽ ബീഡ്സ് കൊണ്ടുള്ള ബ്രാഞ്ചസും കുറേ എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നിറയെ ടിയാരയിൽ നിറയെ ബ്രാഞ്ചസ് ഉണ്ടെങ്കിലാണ് അതിൻ്റെ ഭംഗി കൂടുതൽ. അപ്പോൾ ഇത് നമുക്ക് ഈ ബോയിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ കവർ ചെയ്തിട്ടുള്ള ബോയ് എടുക്കാതിരിക്കുക കേട്ടോ. കാരണം അത് നമ്മൾ പിള്ളേർക്ക് വെച്ച് കൊടുക്കുന്നതാണ്. ഇത് നമ്മൾ ബ്രൈഡിന് വെച്ച് കൊടുക്കാനാകുമ്പം ഇങ്ങനത്തെ സിൽവറോ അല്ലെങ്കിൽ ഗോൾഡനോ എടുക്കുക കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഗോൾഡൻ കളറാണെങ്കിൽ അതിന് ഗോൾഡൻ ബോയ് എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ സിൽവർ കളറാണെങ്കിൽ ഇങ്ങനത്തെ കളർ എടുക്കുക കേട്ടോ. ഇനി ആദ്യം ഞാൻ ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചിട്ടുള്ള ബ്രാഞ്ച് അവിടെ അറ്റാച്ച് ചെയ്ത് നന്നായിട്ട് പിരിച്ചു കൊടുത്തു. അതിന് തൊട്ട് മുകളിലേക്ക് വൈറ്റ് ബീഡ്സിൻ്റെ ബ്രാഞ്ച് വെച്ചു. വീണ്ടും അതിന് തൊട്ട് മുകളിലേക്ക് ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചു. അങ്ങനെ ഒന്നടവിട്ട് സെൻറ്ററിൽ വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഗ്യാപ്പ് ഇല്ലാതെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഭംഗി. ഇനി ഇപ്പുറത്തെ വശത്ത് നമുക്ക് ചെയ്ത് തുടങ്ങാം. ഞാൻ ഈ അറ്റത്ത് ക്രിസ്റ്റലാണ്, അതുകൊണ്ട് തന്നെ ഈ അറ്റത്ത് തുടക്കം ക്രിസ്റ്റൽ തന്നെ വെച്ചിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. മറ്റേ അറ്റത്ത് ഏതാണോ അതുപോലെ തന്നെയായിരിക്കണം ഇപ്പുറത്തെ അറ്റത്തും. എന്നാലേ അത് ഭംഗിയുള്ളൂ. കറക്റ്റ് അളവും ആയിരിക്കണം. അപ്പുറത്തും തുടങ്ങി അതേ അളവിലായിരിക്കണം ഇപ്പുറത്തെ അളവിലും കേട്ടോ. ഇനി നീങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭംഗി പോകും. അതുകൊണ്ട് പരമാവധി അടുത്തേക്ക് ചേർത്ത് വെച്ച് കമ്പി പിരിച്ച് ടൈറ്റാക്കി കൊടുക്കുക. നന്നായിട്ട് കമ്പി പിരിച്ച് ടൈറ്റാകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് എവിടെയും തട്ടിപ്പോയാൽ പെട്ടെന്ന് ഇളകിപ്പോരും. അപ്പോൾ കമ്പി കുറച്ച് നീളത്തിലിട്ടിട്ട് നന്നായിട്ട് പിരിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അതുപോലെ തന്നെ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചിട്ടുള്ള ബ്രാഞ്ച് വയ്ക്കുകയാണ്. അപ്പോൾ ഒന്നടവിട്ട് ഇങ്ങനെ ഗ്യാപ്പില്ലാതെ നല്ല അടുക്കി ഉണ്ടാക്കി നല്ല ഭംഗി ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ 2 വശത്തു നിന്ന് ഫുള്ളായിട്ട് ചെയ്തു വന്നിട്ടുണ്ട്. നമുക്ക് സെൻറ്ററിലെ ഗ്യാപ്പ് കാണില്ല, അവിടെ മാത്രമാണ് ചെയ്യാനുള്ളത് കേട്ടോ. ഇനിയിപ്പം അതിനായിട്ട് നമുക്ക് ഇതുപോലെ 3 ബ്രാഞ്ചസ് ഉള്ള, മറ്റേതുപോലെ തന്നെ സെയിം ആണ്, പക്ഷേ 3 ബ്രാഞ്ചുള്ള 2 എണ്ണം ഉണ്ട്. അതിലൊന്നിൻ്റെ ഒരു കമ്പി കുറച്ച് നീളത്തിൽ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ പരമാവധി അടുത്തേക്ക് ചേർത്ത് വെച്ചിട്ട് നന്നായിട്ട് പിരിച്ച് കൂട്ടി പിരിച്ച് ടൈറ്റാക്കി എടുക്കുക കേട്ടോ. ഇതുപോലെ ചുറ്റി ടൈറ്റാക്കി എടുക്കുക. എന്നിട്ട് ഈ കമ്പി നീളത്തിലുള്ളത് പുറകിലേക്ക് ഇടുക. എന്നിട്ട് ഈ നമ്മളെ ഹെയർ ബാൻഡ് ഉണ്ടാക്കിയതിൽ കുറച്ച് സെൻറ്ററിലൊരു ഗ്യാപ്പ് ഉണ്ടോ, അതിലേക്ക് ചുറ്റി കൊടുക്കുക. അതിനുശേഷം ഞാൻ അവിടെ ഒരു ക്രിസ്റ്റലിൻ്റെ റൗണ്ടിലുള്ളതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ.
നല്ല ക്യൂട്ടായിട്ടില്ലേ, നല്ല ഭംഗിയില്ലേ, നിറഞ്ഞ് മുത്തുകൾ നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ, സെയിം മെത്തേഡിൽ. അപ്പോൾ നോക്കി നമുക്കിതിൻ്റെ അടിയിൽ കുറച്ച് കമ്പികളൊക്കെ എഴുന്ന് നിൽപ്പില്ലേ, അപ്പോൾ അതൊന്ന് സേഫാക്കി വെക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു 4 ഇഞ്ചിൻ്റെ വൈറ്റ് സാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓർഗൻസ റിബൺ, സിൽവർ കളർ ഓർഗൻസ റിബൺ ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ് ഇതിൽ കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് നമ്മുടെ കമ്പി കാണുന്നിടത്ത് മാത്രം ഒട്ടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ഓർഗൻസ റിബണാണ് വെക്കുന്നതെങ്കിൽ ചുറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കറക്റ്റ് ആ ഹെയർ ബാൻഡിൻ്റെ അളവിലുള്ള 4 ഇഞ്ചിൻ്റെ റിബൺ എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ മുത്തുകൾ വെച്ചതിൻ്റെ എൻഡിൽ തൊട്ട് പുറത്തുനിന്ന് തുടങ്ങിയിട്ട് ഉള്ളിൽ കൂടി ഒട്ടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതുപോലെ റിബൺ ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഗണ്ണെടുത്തിട്ട് ഒട്ടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ B7000 അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും ഒരു ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇത് എൻഡിൽ വരെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സേഫായി, ഇനി കമ്പിയൊന്നും കുത്തിക്കൊള്ളത്തില്ല. അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല ക്യൂട്ടായിട്ടില്ല, എല്ലാം നല്ല സേഫായിട്ടുണ്ട്. അപ്പം ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിതിൻ്റെ അവസാനം എൻ്റെ മോൻ്റെ തലയിൽ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.